സൈൻ ലിയോ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. യെസ്, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ആരതി. ഹലോ, ഹായ്. ഇപ്പൊ എന്റെ കോസ്റ്റ്യൂമൊക്കെ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു അമ്മ ഇത് ഓക്കെയാണോ, ചേച്ചി ഇത് ഓക്കെയാണോ, അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പിന്നെ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നതേ ഇല്ല. ലൈക്ക് അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ നല്ലതാണെന്ന് വന്ന് പറഞ്ഞു ലൈക്ക് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവാറുണ്ടോ? ടീച്ചേഴ്സിന് എൻ്റെ അടുത്ത് ഉണ്ടാറിയില്ല. എന്നെ ഇഷ്ടമല്ല. അതിൽ സാറുണ്ട്, സാറ് എൻ്റെ അടുത്ത് ഇടക്കൊണ്ടിരിക്കും മോർണിംഗ് ഫീൽഡിൽ നീ കണ്ടേന്ന് കഴിഞ്ഞ ദിവസം ഷോക്ക് നീ എന്താ ക്ലാസ്സിൽ വരാണ്ടല്ലേ സാറേ ഷോക്ക് എങ്ങനെയാണ് ഓക്കെ. കൂടുതൽ തന്നെ അങ്ങനെ ഒന്നും പറയാനില്ല. പുള്ളിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി മാത്രമാണ് ആ സ്കൂളിൽ എൻ്റെ അടുത്ത് മര്യാദക്ക് മിണ്ടുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരു എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇത് അങ്ങനെ ചോദിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ആ അല്ലെ ഒരു മിസ് മാത്രമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ മിസ് വൈറലായാലും എയറിലാണെന്ന് തോന്നുന്നു. ഒരുപാട് തരത്തിലുള്ള ബാഡ് കമന്റ്സ്, എസ്പെഷ്യലി ഇപ്പം അമ്മയുടെ കൂടെ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ട്രോളിയിട്ട് ഇതിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ട്രോളൊക്കെ വന്നിട്ടുണ്ട്. കമന്റിൽ മാത്രമാണ് ഇങ്ങനെ ബാഡ് വന്നത്. സാധാരണ കുറച്ചും കൂടി നല്ല ഇതായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ മെസ്സേജിലാണ് വരുന്നത്. പേഴ്സണലി മെസ്സേജ് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ വരാറില്ല. അതുകൊണ്ട് സമാധാനം, എനിക്ക് അതും കൂടി നോക്കാൻ വയ്യ. ബട്ട് എന്നാലും കുറച്ചും കൂടി ഒരു ഇതില് മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ കൊള്ളായിരുന്നു. അത് ഭയങ്കര വളരെ രീതിയിലാണ് വരുന്ന കമന്റ്സ്. കുറച്ച് മാന്യത കാണിക്കുന്നു. ഹലോ ആസിഫ്, എവിടെ? അവിടെ കാര്യം പറഞ്ഞാൽ ബാഡായിട്ട് എടുക്കരുത്. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് നീ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതെ. ഞാൻ ആക്ച്വലി സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ടൈം എടുത്ത് റിപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറയുന്നില്ല. ഓക്കെ, ആക്ച്വലി എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് ഇപ്പം തുടങ്ങിയതല്ല, കുറച്ച് കാലമായി. പിന്നെ ഞാൻ പറയാതിരുന്നെന്നുള്ളൂ. ഹായ്, ഹലോ, എല്ലാവർക്കും മൈൻഡ്സ്കേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ആരതിയാണ്. ആരതി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് മനസ്സിലാവില്ല. പക്ഷേ സൈൻ ലിയോ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. യെസ്, അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം ആരതി. ഹലോ, ഹായ്. ഹായ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് പോണേ? മോഡലിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ടല്ലേ? മോഡലിംഗ് കൂടുതലും ഇഷ്ടമാണ്, മോഡലിങ്ങും ആക്ടിങ്ങും ഒക്കെ. അപ്പോൾ കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമാണ്. പക്ഷേ മോഡലിങ്ങിൽ ഇപ്പോഴാണ് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടും ഷോസ് കണ്ടിന്യൂസും ചെയ്യാൻ തുടങ്ങിയത്. ഇതൊക്കെ മുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു മലയാളി മങ്കയുടെ ഷോന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ദെൻ റണ്ണറപ്പ് ആയിരുന്നു. ആ ടൈമിൽ ബോയ്ക്കട്ട് ആയതുകൊണ്ട് അതിൻ്റെ മാർക്ക് മനസ്സായി കൊണ്ട് കിട്ടിയില്ല. പിന്നെ ഒരു ഷോ കയറി. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയിട്ട് കയറുന്നു. അല്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പക്ഷെ കാരണം ഇത്രയും ചെറിയ പ്രായത്തില് ഇപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ മോഡലിങ്ങും പിന്നെ അത് മാത്രല്ല മാനേജറും കൂടിയാണല്ലേ? അങ്ങനെ ഒരു ഫാഷൻ രംഗത്ത് ഒരു മാനേജറും അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ റെസ്പെക്ട്. ഒരു മാനേജർ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന ആളോടാണ് എനിക്ക് ഭയങ്കര നന്ദിയുള്ളത്. ആളാണ് ഫസ്റ്റ് ടൈം നമ്മൾ മീറ്റ് ചെയ്തു. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആള് കമ്പനി എടുത്ത സമയത്ത് ആൾ ഒറ്റ തന്നെയാണ്. ബോയ്സ് ആണ് കൂടുതൽ. ഗേൾസിന്റെ കാര്യം നോക്കാൻ നമുക്ക് സെപ്പറേറ്റ് ആളുണ്ടായില്ല. അപ്പൊ അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇടയ്ക്ക് നീ ആവാൻ പറ്റൂല. പിന്നെന്താ, ഓക്കെയാണ്. പിന്നെ ആളുടെ കൂടെ തന്നെയായി. പിന്നെ കമ്പനി മാനേജ് ചെയ്യുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇപ്പൊ അടിപൊളിയായിട്ട് കമ്പനി പോകുന്നു. ആളും ഞാനും ഒരുമിച്ച് തന്നെ. ഏജ് ഒരു പ്രശ്നമല്ല അല്ലേ? ക്ലാസ് പ്രശ്നമായി വരാറുണ്ടോ? എന്തോ ക്ലാസ് നല്ലപോലെ പ്രശ്നമായിട്ട് വരാറുണ്ട്. ചിലപ്പോ ഒക്കെ ലൈക്ക് നമുക്ക് ഇപ്പൊ ഗ്രൂമിങ്ങിനൊക്കെ 2 ദിവസമായിട്ടായിരിക്കും ഷോ വരുന്ന ടൈമിൽ 30-31 ആയിരിക്കും കൊടുക്കുന്നത്. അത് 31 ഷോയും 13th എന്ന് പറഞ്ഞാൽ ഗ്രൂമിങ് ഡേ ആണ്. അപ്പൊ ചിലപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ വരികയാണെങ്കിൽ ആ ഒരു 1 ഡേ പോകും. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം തന്നെ കുറെ പോയിട്ടുണ്ട് ക്ലാസ്. ഈ പോയി വരുന്ന റെസ്റ്റ് അതിന്റെ കുറെ പോയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടില് കൂടുതലും സപ്പോർട്ട് ചെയ്യും. കുഴപ്പമില്ല പോയിക്കോ. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. ഇപ്പോ ഈ ഇടയ്ക്ക് തന്നെ ഞാനൊരു ഫേസ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഷോയിൽ അറ്റൻഡ് ചെയ്തു. ഓഡീഷന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ആയെന്നാണ് പറയുന്നത്. സന്തോഷമുണ്ട് അതിനകത്ത്. അത് വന്നിട്ട് നമുക്ക് അതിൽ ടൈറ്റിൽ ആയിക്കഴിഞ്ഞാൽ സാധാരണ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അടിക്കുന്ന ആളെ മാത്രമാണ് പുറത്തോട്ട് കൊണ്ടുപോവുക.
ഇപ്പൊ ഇതിനകത്ത് 3 അടിക്കുന്നവരെ പുറത്തോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പുറത്തോട്ട് പോകാം. ഓക്കെ, നല്ല കാര്യം. അതായത് ഇപ്പൊ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഫാമിലി നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് ബോൺ ആവേണ്ട ഒന്നാണല്ലോ ഫാമിലി. ഈ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു മാനേജറായിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴും പഠനം നമ്മളെല്ലാ പാരന്റ്സും ചെയ്യുന്ന എന്താ, ഈ സമയത്ത് നീ പഠിക്ക് +2 ആണ്, ഫൈനൽ എക്സാം ആയി, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് പഠിക്കുന്ന അറിയുന്ന സമയത്ത് എങ്ങനെയാണ് ഫാമിലിന്റെ റിയാക്ഷൻ? എങ്ങനെയാണ്? നല്ല സപ്പോർട്ടീവ് ആയിരുന്നോ? എന്നെ കുഞ്ഞിലെ മുതൽ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് എന്റെ ചേച്ചിയും അമ്മയാണ്. ഈ മോഡലിംഗ് ഫീൽഡിലെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയും ചേച്ചിയും തന്നെയാണ്. എന്റെ അടുത്ത് പഠിക്കുന്ന പറയും, കാരണം ഈ ക്ലാസ് മിസ്സാകുമ്പോ അതിന്റെ ആയിട്ടുള്ള മാർക്ക് കുറവ് വരുമ്പോ പറയും പഠിക്കുക. പക്ഷെ അവർക്കറിയാം ഫൈനൽ എക്സാമിൽ സ്കോർ ചെയ്തോളും. അതിപ്പോ ഞാനാരും ഇപ്പൊ ഓൺ എക്സാം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ പൊട്ടിയാലും അവര് പോട്ടെ നെക്സ്റ്റ് ടൈം പിടിക്കും. പക്ഷെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഫൈനൽ എക്സാമിന് പൊന്നു പാസ്സാണ്. അതും വലിയ മാർക്കൊന്നും വേണ്ട, നല്ല മാർക്കോടെ ജസ്റ്റ് ഒന്ന് ആൾക്കാർ പാസ്സായി എന്നുള്ളത്. ചേച്ചിയുടെ കൂടെ തന്നെ ഒന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കും കാര്യങ്ങളും നീ വാങ്ങിച്ചാൽ മതി. പിന്നെ മോഡലിംഗ് ഫീൽഡില് ഇപ്പൊ നമ്മള് ഒത്തിരി പേരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വന്നിട്ടുള്ളതാട്ടോ. ലൈക്ക് ഈ മോഡലിംഗ് ഫീൽഡിലുള്ള ഒത്തിരി ഗേൾസ്, അത് വേറെ ടൈപ്പ് ഗേൾസും ഉണ്ട്, അല്ലാതെ മോഡലിംഗ് നല്ലോണം വേണം, എന്താ പറയാ, നല്ല ഓപ്പർച്യൂണിറ്റി വേണം എന്ന് പറയുന്ന പിള്ളേരുണ്ട്. അത് അവർക്കും കൂടിയാണ് ബാധിക്കുന്നത്. ഇപ്പൊ എന്നെ ആയാലും ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന്, എന്റെ കുറെ ഫ്രണ്ട്സ് എന്നെ അറിയാത്തവര് പറയുന്നുണ്ട് അവള് ശരിയല്ല, അവള് വേറെ ടൈപ്പാണ് മോഡലിങ്ങിലുള്ളത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. അതില് അങ്ങനെ നിൽക്കുന്നവരും ഉണ്ടാവാം, അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് ഞാൻ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് കഷ്ടപ്പെടുന്നതും മോഡലിങ്ങിന് നല്ലോണം എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ മോഡലിംഗ് എങ്ങനെയാ ഇങ്ങനൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? മോഡലിംഗ് എങ്ങനെ ഒരു ഫാഷൻ രംഗത്തേക്ക് ഒരു ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ഇഷ്ടമാണെന്ന് എപ്പോഴാണ്? കുഞ്ഞിലെ ഇങ്ങനെ കാണും. അങ്ങനെയാണ് ഞാൻ ഈ 10th ടൈമിൽ ഒരു ഷോ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോ ഐക്കോണിക്കിൽ എൻ്റെ ഒരു കമ്പനി എന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിന്റെ കമ്പനി, അതിൽ ഞാൻ നിൽക്കുന്നു. അപ്പൊ ഐക്കോണിക്കിൽ വന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പു തന്നെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അപ്പു നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തപ്പോ അവന്റെ സപ്പോർട്ടും, പിന്നെ എൻ്റെ ലൈഫ് ഒരു പാർട്ടാണ് എൻ്റെ ഇക്കാക്ക എന്ന് പറയുന്നത് സൈനു. എൻ്റെ അമ്മ ചേച്ചി കഴിഞ്ഞാൽ എനിക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പേഴ്സൺ ആണ് സൈനു നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ച് വഴക്കം പറയാണ്ട് ഓരോ കുരുത്തക്കേടൊപ്പിക്കുമ്പോൾ വഴക്ക് പറയും. അപ്പൊ സൈനു കോൺഫിഡൻസ് ഒക്കെ തരും, പൊന്നു പറ്റും, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നല്ല നല്ല ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ കണ്ടിന്യൂസ് പോകുന്നത്. അപ്പൊ ഇനിയും ഒക്ടോബറിലൊക്കെ ഷോ വരുന്നുണ്ട്, നല്ല ഷോസ് ആണ്. അപ്പൊ അതിനും എല്ലാത്തിനും അവരൊക്കെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ മോഡലിംഗ് കരിയറിൽ നമ്മൾ ഒരുപാട് ഇപ്പൊ ആരതി പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവും ഫേസ് കിട്ടുന്ന ഒന്ന് തന്നെയാണ് മോഡലിംഗ്. എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നതെന്ന് ആരതിക്ക് എന്താ തോന്നുന്നത്? അതായത് നമ്മൾ എത്രയോ ഫീൽഡുകളുണ്ട്, ടീച്ചിങ് അത് ഇതെല്ലാ ഫീൽഡ് ഉണ്ടായിട്ട് കൂടി ഈ മോഡലിംഗ് എന്നുള്ള ഫീൽഡിന് മാത്രം ഇത്രയും നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരിക്കും? നെഗറ്റീവ് വരാനുള്ള കുറച്ച് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഷോ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിങ് സ്റ്റൈൽ വന്നിട്ട് ചിലവരുടെ വീട്ടിൽ അത് ഓക്കെ ആയിരിക്കില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, കാരണം മോഡലിംഗ് അത്യാവശ്യം നല്ല നോളേജ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ ഒരു കുറച്ച് ഈ കൂടുതൽ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് പിള്ളേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാരൻസ് ഉണ്ട് കുറച്ച് ഭയങ്കര ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മ വഴക്കുറഞ്ഞ് ചോദിക്കും, ഓഫ് എനിക്ക് മാത്രമുള്ളൂ. പക്ഷെ പിന്നെ എൻ്റെ ഓരോ ഫ്രണ്ട്സ് അവരുടെ പാരൻസിനെ പറ്റി പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കണേ, ഓഫ് സ്വർഗമാണ് എനിക്ക് അങ്ങനെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിംഗ് ഫീൽഡിൽ നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡ്രസ്സിങ് സ്റ്റൈലും, പിന്നെ മോഡലിംഗ് ഫീൽഡിൽ ഒത്തിരി പിള്ളേരുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കണ്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. ലൈക്ക് ഇപ്പൊ ഒന്നും അറിയാതെ കുറെ പിള്ളേർ മോഡലിംഗ് ഫീൽഡിൽ വരുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എൻജോയ്മെന്റ് ആണ് മോഡലിംഗ് ഫീൽഡ്. കുറച്ച് ബോയ്സ് ഒക്കെ ആയിട്ട് കമ്പനി അടിക്കുക. സത്യം പറഞ്ഞാൽ മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് അതേ അല്ല. ഇതിന്റെ കുറെ ടൈറ്റിൽ അടിക്കാനൊക്കെ വേണ്ടി കുറെ എഫേർട്ട് ഇട്ട് കുറെ നാൾ വർക്കൗട്ടൊക്കെ ചെയ്ത് വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ പാരൻസിന് അറിയത്തില്ല, ഒത്തിരി പാരൻസിന് അറിയത്തില്ല എന്താണ് മോഡലിംഗ് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരായാലും ഇപ്പൊ ഒരു കുട്ടി ചോദിക്കണേന്ന് അച്ഛൻ എനിക്ക് ഇങ്ങനെ പോകാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആരും സപ്പോർട്ട് ചെയ്യില്ല. നല്ല നോളജ് ഉള്ള ഒരു പാരന്റ് ആണെങ്കിൽ നീ പൊക്കോ, നീ ചെയ്തോ. കാരണം ഡ്രസ്സിങ് കോഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഷോർട്സ് വരാം. ഇപ്പൊ ഞാൻ ഷോർട്സ് ഒക്കെ ഞാൻ വേറെയും ടോപ്സ് ഒക്കെ വരും, പക്ഷെ ഓവർ എക്സ്പോസിങ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അമ്മയുടെ അടുത്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എന്റെ കോസ്റ്റ്യൂം ഒക്കെ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കും, അമ്മ ഇത് ഓക്കെ ആണോ, ചേച്ചി ഇത് ഓക്കെ ആണോ. അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പിന്നെ എനിക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒത്തിരി നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ട്. ഞാൻ കൂടുതലും ഷോർട്സ് ഒക്കെ വേറെ ചെയ്ത്, കാരണം ആ ഒരു ഫീൽഡിൽ നടന്ന്
എന്റെ കുഞ്ഞിലെ മുതൽ അങ്ങനെ തന്നെയാണ് നടത്തുന്നത്, ഷോർട്സ് ഒക്കെ ഇടിപ്പിച്ച്. അതൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ലല്ലോ. ബട്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു പ്രശ്നം. ഇപ്പൊ ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ടെന്നാലും എൻ്റെ അച്ഛൻ്റെ ലൈക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ലൈക്ക് എന്നെ ഇങ്ങനെ ആ ഒരു വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയാലും ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ആയാലും എന്നെ ഒരു വേറെ രീതിയിൽ കണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എടി ആദ്യം ഞാൻ വിചാരിച്ചത് വേറെ രീതിയാണെന്നാണ്. പിന്നെ കമ്പനി ആയി കഴിയുമ്പോൾ മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാർ കൂടി ഈ മോഡലിംഗ് എന്നുള്ള ഒരു ഫീൽഡിന് ബാഡ് ഇമേജ് കൊടുക്കുന്നുണ്ട് അല്ലെ പലരും. കാരണം കയറി വരുന്നവർ വേറെ മൈൻഡിൽ വന്നിട്ട് ബാക്കി അതെല്ലാരും ഒരു ലിബറലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. നല്ല മോഡലിംഗിൽ കയറുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ഇനി കയറാൻ പോകുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, മോഡലിംഗ് എന്താണെന്ന് നല്ലോണം അറിഞ്ഞിട്ട് വരാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോഡലിംഗ് ഫീൽഡ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫീൽഡാണ്. എനിക്ക് ഇതുവരെ ബാഡ് വരാത്തൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് സൈനയുടെ കൂടെ ആയതുകൊണ്ടാണ്. ലൈക്ക് എങ്ങനെ ഭയങ്കര ഇതായിട്ട് കൊണ്ടെടുക്കുന്നത്, സൈനുവിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരാൾ എൻ്റെ അടുത്ത് ബാഡായിട്ട് നിൽക്കത്തില്ല. പിന്നെ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗുണം, ഇപ്പൊ ഒരു ബാഡ് ഇത് വന്നാൽ പോലും അത് അവര് നോക്കിക്കോളും, ഡീൽ ചെയ്തോളും, എനിക്കത് ബോധേഡാവേണ്ട കാര്യമില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഇപ്പൊ നമുക്കൊരു ഡിപ്പെൻഡന്റ് ഉണ്ടായതുകൊണ്ട്, പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ ഒരു സപ്പോർട്ടും വരാതെ സ്വന്തമായിട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു ആളോട് എന്താ പറയാനുള്ളത്? അതായത് ഒരു ഡിപ്പെൻഡന്റും ഇല്ല, ആള് ന്യൂ ആണ്, ആൾക്ക് ആരും അറിയില്ല, സെലിബ്രിറ്റി അങ്ങനെ ഒരു കണക്ഷനും ഇല്ലാതെ ഈ ഒരു മോഡലിംഗിലേക്ക് എത്തിപ്പെടാൻ എന്താണ് അവർ ആക്ച്വലി ചെയ്യേണ്ടത്? ഇപ്പൊ പല വഴികളുണ്ട്. ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ മോഡലിംഗ് സിമ്പിൾ ആയിട്ട് എത്താനുള്ളൊരു വഴിയുണ്ട്, പക്ഷെ അത് ചൂസ് ചെയ്യാതെ ആളുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഇല്ലാതെ ആൾ എങ്ങനെ എത്തിപ്പെടണം? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോക്ക് കറങ്ങിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മോഡലിംഗ് എന്താണെന്ന് നല്ലോണം അറിയാം. കാരണം കുറെ കുഴികളുണ്ടാവും, കുറെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ബട്ട് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, ബട്ട് അതേപോലെ കുറെ ബാഡ് കാര്യങ്ങളുണ്ടാവും. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ലോക്കൽ ഷോസ് അറ്റൻഡ് ചെയ്യാതെ നല്ല ഗുഡ് ഷോസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഷോസ്, പിന്നെ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് അടിപൊളിയാക്കി എടുത്തിട്ട് നല്ല നിങ്ങളുടെ ബെസ്റ്റ് അവിടെ കാണിക്കുക. അതിപ്പോൾ ഒരു ഡിസൈനർ ഷോ ആണെങ്കിലും പെജൻ ഷോ ആണെങ്കിലും നല്ല രീതിക്ക് അതിനായിട്ടുള്ള അക്കാഡമീസിൽ പോയിട്ട് ചേരുക. അതായത് വാക്കിങ്ങും കാര്യങ്ങളും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് നല്ലൊരു കമ്പനീസിൽ കയറി കഴിയുമ്പോൾ പതുക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. പിന്നെ മാക്സിമം നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ പെജൻ ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റിൽ അടിച്ചാലും ഇല്ലെങ്കിൽ വലിയൊരു പെജൻ ഷോ വന്നാൽ അതിൽ ഫൈനലിസ്റ്റ് ആയാലൊക്കെ നമുക്ക് പിന്നെയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. അത് പുറത്തോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. അതായത് മോഡലിംഗിൽ തന്നെ പുറത്തോട്ട് പോകാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇപ്പൊ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ, അപ്പൊ ഈ പഠിച്ചോണ്ടിരിക്കുന്നതിന് ഇങ്ങനത്തെ ഫീൽഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു ഏജ് അങ്ങനെയാണല്ലോ. കാരണം ആ ഒരു ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കാണുന്ന ഒരു ഏജ് കാറ്റഗറി ആണ്. അപ്പം അങ്ങനെ ഇപ്പോഴേ ഇങ്ങനെ ചെയ്തു നടക്കുന്ന ഒരു കുട്ടിയോട് അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നതേ ഇല്ല. ലൈക്ക് അതിൽ 1-2 ആൾക്കാർ നല്ലതാണെന്ന് വന്ന് പറഞ്ഞു. ലൈക്ക് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സാനിയ, അവളാണ് കൂടുതൽ എൻ്റെ കൂടെ 3ാം ക്ലാസ് മുതലുള്ള ആളാണ് കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗേൾസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ഉള്ള ഒരേ ഒരാൾ ഇത്രയും നാളായിട്ട് അവൾ മാത്രം, അവളാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓപ്പൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ചിരിച്ചു കളിച്ച് നിന്നിട്ട് ബാക്കിൽ ആ ഒരു ഇതാണ്, അത് പലവട്ടം കണ്ടുവെക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അവരോട് സത്യം പറഞ്ഞൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, പോകുന്നു, മിണ്ടാറില്ല. പിന്നെ സ്കൂളിൽ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ നല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആദ്യം മിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അത് ചെയ്ത് അവരൊക്കെ വന്നിട്ട് പറയും എടി നല്ലതാണ്. ഞാൻ എന്തെങ്കിലും ചോദിക്കടി ബോറുണ്ടായിരുന്നു? ഇല്ല, അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നല്ല. പിന്നെ കൂടുതലും പുറത്തുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ഈ മോഡലിംഗിൽ നല്ല നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്ത കുറച്ച്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവാറുണ്ടോ? ടീച്ചേഴ്സിന് എൻ്റെ അടുത്ത് ഉണ്ടാറിയില്ല, എന്നെ ഇഷ്ടമല്ല. അതിൽ സാറുണ്ട്, സാറ് എൻ്റെ അടുത്ത് ഇടക്കൊണ്ടിരിക്കും, മോഡലിംഗ് ഫീൽഡിൽ നീ കണ്ടേന്ന് കഴിഞ്ഞ ദിവസം ഷോക്ക്, നീ എന്താ ക്ലാസ് വരാണ്ടല്ലേ? സാറേ ഷോക്ക് വയ്ക്കണേന്ന്. ഓക്കെ, കൂടുതൽ തന്നെ അങ്ങനെ ഒന്നും പറയാനില്ല. പുള്ളിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി മാത്രമാണ് ആ സ്കൂളിൽ എൻ്റെ അടുത്ത് മര്യാദക്ക് മിണ്ടുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരു വേറെ പിള്ളേര് കുത്തിക്കൊടുത്ത ആ ഒരു രീതിയിലാണ് എന്നെ കാണുന്നത്. ഇപ്പൊ ഞാൻ വയ്യാതെ പോയാൽ പോലും ക്ലാസ്സിൽ അവര് പറഞ്ഞു കൊടുക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും, ആരതി ഷോക്ക് വേണ്ടി പോയേക്കുക, വയ്യായ്മയൊന്നും ഇല്ല, അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ അതൊരു കാലം മായ്ക്കുന്നില്ല അല്ലെ, ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു പൊസിഷൻ നമ്മൾക്ക് കിട്ടേണ്ട സപ്പോർട്ട്. ഇപ്പൊ നമുക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന്
കിട്ടാത്ത പലതും നമുക്ക് കിട്ടേണ്ട ഒരു ആൾക്കാർ തന്നെയാണ് ടെൻത്തിലെ ടീച്ചേഴ്സ്. സംബന്ധിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഈ ഞാൻ 1th മുതൽ 10th വരെയുള്ള ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്റെ എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യും. മോഡലിനായാലും എടാ കൊള്ളായിരുന്നോട്ടാ, നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് അവരെന്റെ അടുത്ത് അത്രയും ക്ലോസ് ആയി. ഞാൻ ആദ്യമൊന്നുമില്ല വിളിക്കട്ടെ പൊന്നു, ആ ഒരു ഭയങ്കര ഒരു ക്ലോസാ, അത്രയും ക്ലോസ് ആയിട്ടുള്ള മിസ്സുമാര്. ബട്ട് +1 +2 എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇതാണ്. ലൈക്ക് എന്നെ മറ്റേ ടാർഗറ്റ് ചെയ്തിട്ടേക്കാണ്. ആ സ്കൂളിലെ മറ്റേ കണ്ണീർ എക്സാം ഒക്കെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ റിസൾട്ടിൽ അവരങ്ങനെ കാണിക്കാറുണ്ട് നല്ല രീതിക്ക്. ഓക്കെ, അതായത് അവർ ഈ ഫീൽഡിൽ നടക്കുന്ന കുട്ടികൾ അങ്ങനെ നടക്കുന്നതും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ? ഒരു മിസ് അത് ഭയങ്കര ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇത് അങ്ങനെ ചോദിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഒരു മിസ് മാത്രം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ മിസ് ഇപ്പൊ ഇല്ല, റിട്ടയർഡ് ആയിട്ട് പോയി. ആ മിസ് ഭയങ്കര ഒരു ഇതായിരുന്നു. ലൈക്ക് എന്റെ ഫോട്ടോസ് എനിക്കറിയില്ല അത് എങ്ങനെയാണ് എന്റെ അക്കൗണ്ട് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ബട്ട് ലൈക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്റെ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു ഇത്, എന്തിനാണ് ഈ പ്രായത്തില്. ഞാൻ പിന്നെ മിസ് അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ വരുമ്പോ നിങ്ങൾ നോക്കണം. സ്കൂളിൽ യൂണിഫോം പ്രോപ്പർ ആണോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല, യൂണിഫോം ഒക്കെ ഞാൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഇനി അതിനും കൂടി പൊട്ടു വാങ്ങിക്കാൻ വയ്യ. അല്ല അതിലൊക്കെ നമുക്ക് ഇടപെടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അല്ല, സ്കൂളിൽ നമ്മൾ കയറി ഇറങ്ങുന്നവർ അവരുടെ കയ്യിലാണ് നമ്മുടെ ചാർജ്. പിന്നെ വീട്ടിലെത്തുന്ന ആ ഒരു കാര്യം അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോകുമ്പോൾ അവർ ഇടപെടേണ്ട ആവശ്യം. അത് ശരി. കാരണം ഇപ്പം ആരതി വേറെ ഏത് ഫീൽഡിനാണെങ്കിൽ കൂടി ചിലപ്പോൾ അവര് നല്ലത് പറഞ്ഞേനെ. ഇപ്പൊ വേറെ ഏതെങ്കിലും ഡാൻസിലായിക്കോട്ടെ, ഇപ്പൊ ഡാൻസിന് വേണ്ടിയിട്ടാണ് ആരതി ലീവ് ആക്കി പോയതെങ്കിൽ ഒരു പക്ഷെ ടീച്ചേഴ്സ് അങ്ങനെ പറയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് വേറെ ഏത് ഫീൽഡിൽ പോകുന്നതിനെക്കാട്ടും ഒരു നെഗറ്റീവ് ആണ്. +1 +2 ഞാൻ എന്ത് ചെയ്താലും അതിലൊരു ബാഡ് ഇമേജ് ഉണ്ട്. ചിലപ്പോ എനിക്ക് അവരുടെ മനസ്സിലിപ്പോ നല്ലതുണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് 10th മിസ്സുമാരാണെങ്കിൽ ഓക്കെ, ഇത് സീനില്ല, നല്ല ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ യൂത്ത് ഹോസ്റ്റൽ വന്നാലും ഇപ്പൊ എന്റെ കൂടെ കുഞ്ഞിലെ മുതൽ LKG UKG കളിച്ചൊരു കുട്ടിയുണ്ട് ഫയ്യ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മെയിൻ ആയിട്ട് വിളിക്കും, ചെയ്യണോട്ടാ. അവരൊക്കെ സപ്പോർട്ടീവാണ്. ഇവരത്ര സപ്പോർട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ +1 പരിപാടിക്കൊക്കെ കുറവാണ് കയറിയേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ടല്ല. +2 കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇനി ഫർദർ സ്റ്റഡീസ് ആണോ അല്ലെങ്കിൽ മോഡലിംഗിലേക്കുള്ള സ്റ്റഡീസ് ആണോ നോക്കുന്നത്? മോഡലിംഗ് നോക്കണുണ്ട് സൈഡായിട്ട്. എനിക്ക് നല്ല ഷോസ് അറ്റൻഡ് ചെയ്തൊന്ന് ഇതാവണമെന്നുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ്? ഡിഗ്രി എടുക്കാൻ പ്ലാൻ ഉണ്ട്. ചേച്ചി ബിസിനസ്സും കാര്യങ്ങളാണ്. അപ്പൊ ചേച്ചിയുടെ കൂടെ തന്നെ നിന്ന് പോവാന്ന് വെച്ചു. ചേച്ചിയും പറഞ്ഞു നീ എന്റെ കൂടെ തന്നെ നിക്കണേ നല്ലത്. അപ്പൊ അവള് പറയുന്ന കോഴ്സും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ട് അതിനുള്ള രീതിക്ക് നിൽക്കാം. മാർക്കറ്റിംഗ്, ട്രേഡിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബിസിനസ് ഒക്കെ ആയിട്ട്. അമ്മയും ചേച്ചീനെ കുറിച്ച് പറയുമ്പോ എന്താ അമ്മേനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? കാരണം ഇങ്ങനെ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അമ്മയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അമ്മ ലൈക്ക് എന്താ പറയാ, ഒരു നോ ക്യാപ്ഷൻ ഒന്നും പറയാല്ല, അങ്ങനെ ഒരു ഇതാ. ലൈക്ക് എന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മള് വീട്ടിലെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞാനും അമ്മയും തന്നെ. ഭയങ്കര രീതിയിൽ അടി ഉണ്ടാക്കുന്നത് ഞാനും അമ്മയും തന്നെയാണ്. ചേച്ചി ഞാനാണ് കുറച്ചും കൂടി അടി കുറവ് ആള്. സാധാരണ സാധാരണ അങ്ങനെയല്ല ഒരാള്, ചേച്ചിയാണ്. ഇതിപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് നമുക്ക് കുറച്ച് അവരുടെ ഏജിന്റെ കുറെ കാര്യങ്ങളായിട്ട് ഉണ്ടാവുമല്ലോ. എന്നാലും കൂടുതലും സപ്പോർട്ട് ചെയ്യുന്ന അമ്മയും ചേച്ചി തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ടിട്ട് എന്നെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് കൂളായിട്ട് ഇരുന്ന് ഇപ്പൊ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി ഇപ്പൊ എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചേച്ചിമാരെ കൂട്ട് ലൈക്ക് എന്റെ ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ചേച്ചി എന്നല്ല, എന്റെ അമ്മ തന്നെയാണ്. അമ്മ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ബാക്കിയുള്ള സിസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്റെ സിസ്റ്റർ എന്നുള്ള ഒരു ഇത് തോട്ട് അവിടെ ഉണ്ട്. ബട്ട് എനിക്ക് അങ്ങനെയല്ല, എന്റെ അമ്മ തന്നെയാണ് അത്. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും എന്റെ അടുത്ത് പറയും ബാബുനു ഒരു ചായ കുടിച്ചിട്ടല്ല. അപ്പൊ ഞാനപ്പോ എന്തോ ഉണ്ടല്ല. എനിക്ക് ആ ഒരു ചോദ്യം കേട്ടോ, എവിടെയെങ്കിലും പോവാ നമുക്ക് രണ്ടുപേർക്കും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും, എനിക്ക് മനസ്സിലാവും എന്തോ ഉണ്ട്. അങ്ങനെ പോവും. പോയി കഴിയുമ്പോൾ ഇങ്ങനെ പറയും പൊന്നു ഇങ്ങനെ ഒരു ഇത് അത് നീ കറക്റ്റ് ആക്കണം. അതിങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പൊ അത് നീ കറക്റ്റ് ചെയ്യണം. അപ്പൊ പിന്നെ ഞാൻ കറക്റ്റ് ചെയ്യും. എനിക്ക് ചൂടായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള വാശി കൂടും. അപ്പൊ ചേച്ചി പോയിട്ട് അമ്മ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും, പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അടി ഉണ്ടാക്കാൻ രണ്ടും കൂടി നിൽക്കുന്നത്. ഞങ്ങള് മുട്ടും പടിയാണ്. പക്ഷെ അമ്മ കണ്ടാലും ഞാൻ കണ്ടാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം. ഇപ്പൊ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചേച്ചീനെ വേണ്ട, അമ്മേനെ വേണം. എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അമ്മക്ക് മാത്രം എന്നെ നോക്കാൻ പറ്റുള്ളൂ. വേറെ ഒരാൾ എന്ത് ചെയ്താലും കാര്യമില്ല. കാരണം നമുക്കറിയാം, എനിക്ക് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് ഡൗൺ ആയിക്കാൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. മറ്റേ ഷെഡ്യൂൾ പോലെ കറക്റ്റ് ആയിട്ട് അറിയാം. ഇതടുത്തത് ഇതാണ് അങ്ങനെ. അതുകൊണ്ട് ഇവര് രണ്ടുപേരും എനിക്ക് ജീവനാണ്. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ നിൽക്കാനേ പറ്റില്ല. അതാണ് ഇവർക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞാലും ഡൗൺ ആയെന്ന് പറഞ്ഞാലും എനിക്ക് മറ്റേ ഭയങ്കര ഇതാണ് അങ്ങനെ. ഇപ്പൊ മോഡലിംഗ് രംഗത്ത് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറെ ആക്റ്റീവ് ആണല്ലോ. അപ്പം ഈ ഒരു രംഗത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയ്റ്റ് കമന്റ്സും വരാറുണ്ട്. നല്ല രീതിക്ക് അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, മെന്റലി ഡൗൺ ആവുന്നവരുണ്ട്, അതിനെ ഒരു എന്താ പറയാ ബൂസ്റ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ആരതി ഏത് കാറ്റഗറിയിൽ വരും? ഞാൻ ആക്ച്വലി എന്താ ബോൾഡാണ്. ലൈക്ക് ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ, ഞാൻ കമന്റ്സ് ഒരുപാട് വായിക്കാത്ത ആളാണ്.
എൻ്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ദേ കമന്റ് വന്ന് പൊന്നോ, കമന്റ് വന്നില്ല, റിയാക്ഷൻ വരുമ്പോൾ പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഷെയർ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്, അടിപൊളി. ബട്ട് ഞാൻ ഒരുപാട് അതിലേക്ക് കമന്റിൽ അങ്ങനെ നോക്കണ ആളല്ല, നോക്കാറേ ഇല്ല. ഇവര് വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ബട്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്, ചിലതൊക്കെ ഞാൻ കാണാറുണ്ട്. ബട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതിനൊരു ഫ്രീ ആയിട്ട് എടുക്കുന്ന എന്നാലും എനിക്ക് ചില സമയത്ത് ഭയങ്കര, അതിൽ ചില കമന്റ്സ് ഭയങ്കര വൾഗറാവണ സമയത്ത് കാണുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഇതാവും. പിന്നെ ചേച്ചി പറയും കുഴപ്പമില്ല, നെഗറ്റീവ് വരും, എന്തായാലും വരുന്നതാണ്, അത് നീ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എനിക്കൊക്കെ ആളുടെ ഒറ്റ വാക്കിൽ ഞാൻ മറ്റേ സ്വിച്ച് ഇട്ട പോലെ മാറും. എന്നാലും ഒത്തിരി കമന്റ്സ് വരുമ്പോഴത്തേക്ക് ചില സമയത്ത് മാത്രം ഒരു ഇത് തോന്നാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും നോക്കാത്തോണ്ടും അത്ര കുഴപ്പമില്ല, എല്ലാം മറ്റേ ഓക്കെ ടീക്കെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളും കൂടുതൽ ഞങ്ങളുടെ മൊമെന്റ്സ് ഉള്ള പോസ്റ്റ് തന്നെ. അതിലിപ്പോ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നിയാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്ത ഒരുപാട് വീഡിയോസ് എയറിലാണെന്ന് തോന്നുന്നു. ഒരുപാട് തരത്തിലുള്ള ബാഡ് കമന്റ്സ്, എസ്പെഷ്യലി ഇപ്പം അമ്മയുടെ കൂടെ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ട്രോളിയിട്ട് ഇതിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ, വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അരതി, ഇപ്പം അരതി കമന്റിനെ മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഇത്തരത്തിൽ അത്രയ്ക്കും മോശം നമുക്ക് വായിക്കുമ്പം ആങ്കർ എന്ന രീതിയിൽ എനിക്കിത് വായിച്ചിട്ട് അരതിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല, അത്രയൊരു മോശം കമന്റ്സ് വരുമ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ആരതി എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ അതിന്റെ ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടി വിയിൽ കാണുന്ന അതേ സോങ് തന്നെയാണ് ഞാൻ അവിടെ കളിച്ചത്. ചുമ്മാ നമ്മളിപ്പോ ചേച്ചിയല്ല അമ്മയിൽ ഇപ്പൊ ഒരു മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് അമ്മേനെ ഇങ്ങനെ ചുമ്മാ ഫണ്ണായിട്ട് ചൊറിയും, ഇങ്ങനെ അമ്മേനെ ഇട്ട് ഇളക്കിയിട്ടൊക്കെ അങ്ങനെ ഇതാകും. അപ്പൊ അതേപോലെ എടുത്ത സമയത്ത് ആക്ച്വലി കോളിലുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ കോളുണ്ട്, അപ്പൊ അവനെയാണ് കാണിച്ചു കൊടുത്തത്. ബട്ട് ഈ കോള് കട്ട് ചെയ്തിട്ട് എനിക്കാവും, എൻ്റെ വീട്ടിലുള്ള ഒരു ബോയ് ഉണ്ട്, അവൻ ഭയങ്കര ഹെൽപ്പിംഗ് ബോയ് ആണ്. അപ്പൊ ആള് കസിനാണ്, ഫാമിലി ഫ്രണ്ട്. അപ്പൊ ആള് ഈ വീഡിയോ എടുത്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. വീഡിയോ എടുത്തതിനെ എഡിറ്റ് ചെയ്ത് ഒറ്റയടിക്ക് ഇടല്. പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു കൊളാബറേഷനും. അപ്പൊ അവൻ പറഞ്ഞു നല്ല വീഡിയോ ഇട്ടോ. ഞാൻ പറഞ്ഞു എടാ നിനക്ക് എന്നെ ഏറിയിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഫണ്ണായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ ലൈക്ക് അത് കുറച്ചും കൂടി നോളജുള്ള ആൾക്കാർ ചിന്തിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മോള് അമ്മേനെ ചുമ്മാ ഒരു പാട്ട് ഇട്ടിട്ട് അതിൽ ഫസ്റ്റ് വന്നത് തന്നെ ഞാൻ അമ്മേനെ പോയിട്ട് ഇങ്ങനെ ഇളക്കണതാണ് കാണുന്നത്. അപ്പൊ അമ്മേന്റെ ഉടുപ്പിടി ചോദിച്ചാൽ അനങ്ങാതിരിക്കുന്നൊക്കെ പറയുന്നത്, അത് ദേഷ്യത്തോടൊന്നല്ല, അമ്മ ഇട്ട് ഇളക്കുമ്പോൾ ആ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ ഞാൻ ആ ചുമ്മാ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫുൾ ലൈക്സും ഫോളോവേഴ്സും ഇങ്ങനെ കയറുക. പിന്നെ ബാഡ് കമന്റ്സ് ഞാൻ നോക്കാറില്ല. ഇത് വന്നത് ഫുള്ള് മലയാളം അല്ല, തമിഴ്, തെലുങ്ക്, ഏതൊക്കെയോ എനിക്ക് അറിയാത്ത ഭാഷ. അതുകൊണ്ട് ഞാൻ അവസ്ഥ പോലെ ഇത് നോക്കാൻ നിന്ന് അതിന് മാത്രം നേരിടുള്ളൂ. പക്ഷെ ഈ ബാഡ് കമന്റ് ഒരുപാട് പറയുന്ന ആൾക്കാരുടെ ഇത് ഫണ്ണായിട്ടും കുറെ പേര് അയക്കുന്നുണ്ട്, അവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒരുപാട് ബാഡ് കമന്റ് ഇതാവുന്ന വെച്ച് ഇപ്പൊ സ്വന്തം സിസ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലും ചിലപ്പോൾ ഇതേപോലെ ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഇത് ഒരാൾ ഫണ്ണായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവര് ഭയങ്കര ബാഡ്, അതും ചിലപ്പോ ഇപ്പൊ വായിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും, ഭയങ്കര ഒരു ബാഡ് വൾഗർ രീതിയിൽ ഇടുന്നത്. അപ്പൊ അതൊന്ന് ഇടുമ്പോ സൂക്ഷിക്കുക. എനിക്കതാ പറയാനുള്ളൂ, കുറച്ച് മാന്യത കാണിക്കുക. ഒരു ഇൻസ്റ്റഗ്രാം അല്ല അപമാനിച്ചെറിയാൻ പോകട്ടെ, അതല്ല കുറച്ച് മാന്യത. ഇതില് കുറെ പേര് അയക്കുന്ന രീതി എന്ന് വെച്ചാൽ ഭയങ്കര ബാഡാ. പക്ഷെ എനിക്ക് കമന്റിൽ മാത്രമാണ് ഇങ്ങനെ ബാഡ് വന്നത്. സാധാരണ കുറച്ചും കൂടി നല്ല ഇതായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ മെസ്സേജിലാണ് വരുന്നത്, പേഴ്സണലി മെസ്സേജ് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ വരാറില്ല, അതുകൊണ്ട് സമാധാനം. എനിക്ക് അതും കൂടി നോക്കാൻ വയ്യ. ബട്ട് എന്നാലും കുറച്ചും കൂടി ഒരു ഇതില് മെസ്സേജ് അയക്കുന്നാണെങ്കിൽ കൊള്ളാം. അത് ഭയങ്കര വൾഗർ രീതിയിലാണ് വരുന്ന കമന്റ്സ്. കുറച്ച് മാന്യത കാണിക്കുക, കുറച്ച് നല്ല രീതിയിൽ അത്രേ ഞാൻ പറയുള്ളൂ. ഒരുപാട് ട്രോളും ഒരുപാട് പേര് ഇതിനെ എടുത്ത് എന്താ പറയാ റിയാക്ട് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. എനിക്ക് ഇട്ട വീഡിയോയിലൊക്കെ റിയാക്ഷനാ, നല്ല റിയാക്ഷനാ. ഇതിലും കൂടുതൽ ഒരു സെയിം ഒരു ഗേള്, എൻ്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ടിന്റെ അനിയത്തി ഞാനും ആണ് കൂടുതലും ഡാൻസ് വീഡിയോസ് ഇടുന്നത്, സ്ട്രീറ്റ് ഡാൻസ് പോലത്തെ. അത് നല്ല രീതിക്ക് കത്തി കയറാറുണ്ട്, നല്ല വീഡിയോസ്, എല്ലാത്തിനും ട്രോൾ വന്നിട്ടുണ്ട്. അതിലൊരു വീഡിയോ നമ്മുടെ അജു എന്ന് പറഞ്ഞിട്ടൊരു ബോയ് ഉണ്ട്, ആള് ആസിഫ് എടുത്ത് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബോയ് ഇതേപോലെ തന്നെ ഭയങ്കര അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ട്രോളും ചെയ്യുന്നുണ്ട്, ബട്ട് തെറിയാണ് വിളിക്കണത്, ഭയങ്കര വൾഗറായിട്ടുള്ള തെറി. അപ്പൊ അതെടുത്തിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചി നല്ല ആട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റിയാക്ഷന് പോവാറില്ല. അത് ഭയങ്കര തെറി, ഭയങ്കര ഒരു കുട്ടീനെ സംബന്ധിച്ച് വിളിക്കാൻ പാടില്ലാത്തൊരു തെറിയാണ്. പിന്നെ കൂടുതലും ഒരു എന്താ പറയുക, ഇൻസ്റ്റഗ്രാമാണ്, അത്യാവശ്യം വ്യൂ പോകുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അത് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കുട്ടി ആഘോഷിക്കാൻ വേണ്ടി ഒരു വലിയ കാര്യമാണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് കുറച്ച് ബാഡാണത്. അത് റിയാക്ട് ചെയ്തു, അവിടെ ഇതാക്കി. അങ്ങനെയൊക്കെ
ഓക്കെ. ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ ആക്ടിങ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ മോഡലിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ അല്ല, സിനിമ, ആക്ടിങ്. അഭിനയം അതൊക്കെ ഇഷ്ടമാണോ? ഞാനിപ്പോ ആക്ച്വലി ഒരു മൂവി വരുന്നുണ്ട്. അതിലൊരു സോങ്ങില് DJ ആർട്ടിസ്റ്റിനെ പോലെ ഞാനും റോഹു എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസറാണ്, ആൾ ഡാൻസറാണ്. അപ്പൊ ആളുടെ കൂടെ തന്നെ DJ ആർട്ടിസ്റ്റ് സിംഗറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു മൂവി എന്താണ് പ്രൊജക്ട് ഇത് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇൻഷാല്ലാ നല്ലോണം നടക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ. അതായത് അതിന് ശ്രമിക്കുക, ഓഡിഷൻസ് ഒക്കെ പോവാറുണ്ട്, അങ്ങനെ casting ഒക്കെ ചെയ്യാൻ? ഓഡീഷൻസിന് ഞാൻ പോവല് കുറവാണ്. അറ്റൻഡ് ചെയ്യാറ് ഇല്ല. ലൈക് ചേച്ചി മോഡലിംഗ് ഫീൽഡും അതുപോലെ തന്നെ പ്ലസ് ആക്ടിങ് ഫീൽഡ് ആള് കുറച്ച് മൂവീസിലൊക്കെ ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ ആസാദി മൂവിയില് ഷൈജു കുറുപ്പിന്റെ ഹസ്ബൻഡ് ലൈക്ക് എന്താണ് വൈഫായിട്ട് അങ്ങനെ ഒരു പ്രഗ്നന്റ് ലേഡി ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ കണക്ഷൻ വഴിയാണ് ഞാൻ കൂടുതലും. അവളും പറയുന്നത് നല്ലൊരു ഗുഡ് പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ ചെയ്താൽ മതി. ഇപ്പൊ ഒരു മൂവിയിലാണെങ്കിൽ പോലും നമുക്ക് ഒരു സെക്കൻഡ് വന്ന് പോകാനാണെങ്കിൽ കാര്യമില്ല, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടില്ല. അപ്പൊ നല്ലൊരു പോട്ടെ ഒരു 5 മിനിറ്റില് നമുക്കൊരു നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യും, അങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ നല്ല പ്രൊജക്ട് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോ അങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ സിനിമയില് കാണണം എന്നുള്ളത് ഞാൻ കൂടുതൽ ഇൻസ്റ്റഗ്രാമിലും കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്തിടാറുണ്ട്. എന്റെ ഒരു ഐഡിയയിലും നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊക്കെ കൂടി അങ്ങനെ ചെയ്തിടും. അപ്പോൾ ഇനിയും നല്ല മോഡലിങ്ങും കാര്യങ്ങളും, ഇപ്പം ആരതി ആഗ്രഹിച്ച പോലെ നല്ലൊരു ആക്ടിങ് ഫീൽഡ് അല്ലെങ്കിൽ നല്ലൊരു ഹീറോയിൻ അങ്ങനെ റോൾ തന്നെ കിട്ടട്ടെ. ഇനി മോഡലിങ്ങിൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ തന്നെ ചെയ്യട്ടെ. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പം അത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി. കാരണം ഇത്ര ഏജിൽ തന്നെ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, അതുപോലെ തന്നെ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. എൻ്റെ അടുത്ത് കുറച്ച് പിള്ളേർ വന്നിട്ട് ലൈക്ക് എൻ്റെ തായ്വാണ്ട് ക്ലാസ്സിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അതിൽ 2 ഗേൾസ് ലൈക്ക് ബാക്കി ആരും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ എന്നെ ആ 2 കുട്ടികൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ഭയങ്കര താങ്ക്സ് പറയും. ബിക്കോസ് ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ പിള്ളേരുണ്ടോ ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി കണ്ടിന്യൂസ് ചെയ്യും. അപ്പൊ അവരുടെയൊക്കെ ഒരു കാര്യം കളിക്കുമ്പോൾ കുറച്ച് പിള്ളേരെ കൊണ്ട് പറഞ്ഞു ചേച്ചി നല്ല രസമുണ്ട് വീഡിയോസ് ആണ്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അറിയട്ടെ, ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, നല്ലൊരു ഫീൽഡിലെ നല്ലൊരു ഇമേജ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ ആരതിക്ക്. ഇപ്പോഴും ഇതേപോലെ തന്നെ മുമ്പോട്ട് നല്ല ബോൾഡായിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ ഫാമിലി ആയിട്ട്. താങ്ക് യു ആരതി. താങ്ക് യു ഓൾ. ബൈ.